ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സുകുമാരിയും പ്രിയങ്കയും ഇവിടുന്ന് ഇറങ്ങിയതല്ല, ഇറക്കി വിട്ടു. വെറുതെ മനുഷ്യൻ പറഞ്ഞു കൊതിപ്പില്ല കേട്ടോ. അവരെങ്ങനെ ഇറങ്ങിപ്പോകുന്ന ടൈപ്പൊന്നും അല്ലല്ലോ. സത്യാ പറഞ്ഞത്. എന്റെ മുത്തശ്ശി, നമുക്കേ ഒരു കാര്യം ചെയ്യാം. ഈ നാട് വിട്ട് എവിടേക്കെങ്കിലും പോവാം. അതാവുമ്പോ എനിക്ക് നേരെ ചൊവ്വനെ സംസാരിക്കാനും പറ്റും, ആളുകളുടെ ഇടയിൽ നടക്കാനും പറ്റും. ഞാൻ എന്തേലും ഒരു ജോലിക്ക് പൊക്കോളാം, എന്നിട്ട് മുത്തശ്ശി നോയിക്കോളാം. എടി, നീ ജോലിക്ക് പോയാൽ എന്തോ കിട്ടും? 10,000-20,000 രൂപ കിട്ടിയാലേ ഏതെങ്കിലും ഒരു കുടുസു മുറിയിൽ കിടന്നുറങ്ങാം. 3 നേരം കഷ്ടിച്ച് തിന്നാം. അതിനു വേണ്ടി എന്തിനാടീ ഇത്രയും കഷ്ടപ്പെട്ടത്? നീ ഞാനും ആഗ്രഹിച്ചതേ നീ കണിമംഗലത്തെ മരുമകളാകാനാ. കണിമംഗലത്തിന്റെ സമ്പത്ത് മുഴുവൻ നിനക്കും നിനക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും കിട്ടാനാ. അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല. എന്നാലേ വീണ്ടും ചെന്ന് കേറിക്കൊടു. ആ ജയഭാരതി തള്ള മാത്രല്ല, അവിടെയുള്ള സകലതും ഓടിച്ചിട്ട് തല്ലും. തോറ്റു കൊടുക്കാനേ സുകുമാരിക്ക് മനസ്സിലടി. നിന്നെ കണിമംഗലത്ത് ഞാൻ തിരിച്ചു കയറ്റും. അതിനൊരു വഴിയുണ്ട്. ഒരാള് വിചാരിച്ചാലേ അത് നടക്കും. ആര്? നീ എന്റെ കൈയൊന്ന് പിടിച്ചേ. വന്നേ. എങ്ങോട്ടാന്ന് പറ മുത്തശ്ശി. എടി, ഈ പെരുവഴിയിൽ നിൽക്കുന്നതിനേക്കാളും ഭേദമല്ലേ നീ ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. ഭഗവാനെ, വലിയൊരാപത്തിൽ നിന്ന് അങ്ങ് വരുണിനെ രക്ഷിച്ചത്. എത്ര കാലം പരീക്ഷിക്കപ്പെട്ടാലും ഒടുവിൽ സത്യം ജയിക്കുന്നു പറയുന്നത് പോലെ എന്റെ വരുൺ ജയിച്ചു. ഈ കുടുംബത്തിന് സ്വസ്ഥത ലഭിച്ചു. ഇനി ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് കൂടെ ഉണ്ടാവണേ. എന്താ മോളെ, മനസ്സിലെ തീയൊക്കെ കെട്ടോ? എന്റെ മനസ്സിൽ തീ പിടിച്ചാലും കുഴപ്പമില്ല മുത്തശ്ശി. പക്ഷെ ഈ വീട്ടിലെ ഒരാൾ പോലും വിഷമിക്കുന്നത് എനിക്ക് കാണാൻ പാടില്ല. പ്രത്യേകിച്ച് പ്രിയങ്കയും മുത്തശ്ശൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അർഹതയൊന്നുമില്ലാതെ ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയതാ ഞാൻ. എന്നിട്ട് എന്റെ കുടുംബത്തിലുള്ളവർ തന്നെ വന്ന്. അതെ, ഈ അർഹതയില്ലാത്ത വരവും നീ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായിരുന്നതൊക്കെ മറക്കാനുള്ള സമയായി. ഇപ്പൊ നീ കണിമംഗലത്തെ പെണ്ണ. കണിമംഗലത്ത് നിൽക്കാൻ സമ്പൂർണ്ണ യോഗ്യതയുള്ളവള്. അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചാ മതി കേട്ടോ. ഈ സന്തോഷം പങ്കിടാൻ അവനൊന്ന് വന്നാ മതിയായിരുന്നു. നാക്ക് പൊന്നാണല്ലോ. മുത്തശ്ശിയുടെ വരുൺ വന്നു. അതെ, അവനോട് പെട്ടെന്നങ്ങ് പറയണ്ട. നീ മരുന്ന് വാങ്ങിച്ചില്ലേ? അതിന് മുത്തച്ഛനോട് മരുന്ന് വാങ്ങാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, സുകുമാരി പറഞ്ഞില്ലേ അവളുടെ ഗർഭചികിത്സക്ക് എന്തോ പച്ചമരുന്നുകൾ വേണോന്ന്. സുകുമാരി പറഞ്ഞ അത് വാങ്ങാൻ നടക്കലാണോ എന്റെ ജോലി? വാങ്ങിച്ചാൽ എന്തായിരുന്നു കുഴപ്പം? താൻ എന്താണോ ഈ പറയുന്നത്? ഞാൻ എന്തിനാ അത് വാങ്ങുന്നേ? കഷ്ടമുണ്ട് വരുൺ. മുത്തശ്ശി അവിടെ ആ പ്രതീക്ഷയിലാ കാത്തിരിക്കുന്നത്. വരുൺ മരുന്ന് വാങ്ങിച്ചോണ്ട് വന്നില്ല എന്ന് പറഞ്ഞ ചിലപ്പോ ഒരു ബാളുണ്ടാക്കും. അഹങ്കാരല്ലേ നീ കാണിക്കുന്നേ? എന്ത് തർക്കം ഉണ്ടായാലും സ്വന്തം കുടുംബത്തിലുള്ളവരല്ലേ, മരുന്നല്ലേ. വെറുതെ അല്ല സുകുമാരി അങ്ങനെയൊക്കെ പറഞ്ഞത്. അവരെന്താ പറഞ്ഞത്? അവരെന്നെ കുറിച്ച് എന്താ പറഞ്ഞെന്ന്? എന്താ പറഞ്ഞെന്ന് നിങ്ങളാരും പറയണ്ട, ഞാൻ തന്നെ ചോദിക്കാം അവരോട്. നിക്കടാ അവിടെ. നീ ഇതെങ്ങോട്ടാ പോന്നേ? സുകുമാരി മുത്തശ്ശിയെ കാണാൻ. കണ്ടിട്ട് അവരെന്ത് കള്ളമാണ് പറഞ്ഞെന്ന് ചോദിക്കണം.
എന്നിട്ട് അവരെ ഇപ്പൊ പുറത്താക്കണം. പോ പോടാ. അതിനൊന്നുള്ള ധൈര്യം വരുന്നില്ല. താനൊന്ന് പോടോ. കൂടുതൽ വന്ന് അവര് പോയി പരാതി കൊടുക്കാറിയും. എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. എന്നാ മുറിയിലേക്ക് പോണ്ട, അവരവിടെ ഇല്ല. അവരോടെ പോയി പോയി ഉം? പോയിന്ന്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? എടാ, ഞങ്ങള് നിന്നെ ഒന്ന് മൂപ്പിച്ചതല്ലേ. ഏ സുകുമാരിയും പ്രിയങ്കയും ഇവിടുന്ന് ഇറങ്ങിയതല്ല, ഇറക്കി വിട്ടു. ദേ മുതലി വെറുതെ മനുഷ്യൻ പറഞ്ഞ് കൊതിപ്പില്ല കേട്ടോ. അവരെങ്ങനെ ഇറങ്ങിപ്പോകുന്ന ടൈപ്പൊന്നും അല്ലല്ലോ. സത്യമാ പറഞ്ഞത്. വരുൺ ഇവിടെ നടന്നതൊക്കെ ഒന്ന് അറിയണം. സാറേ, മുമ്പ് പ്രിയങ്കയെ ചികിത്സിച്ചിരുന്ന ഡോക്ടറില്ലേ, ആ ഡോക്ടർ തന്നെ പ്രിയങ്കയെ ചികിത്സിക്കാൻ സാറൊന്ന് പറയുമോ? സാറേ, ഇല്ലെങ്കിൽ വലിയ കുഴപ്പാ. കാര്യങ്ങളൊക്കെ സാറിനോടും ഗൗതം മോനോടും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. പ്രിയങ്കമ്മോളുടെ കൂടെ ഞാൻ മാത്രമല്ല, കണിമംഗലത്ത് നിന്ന് ജയഭാരതിയും പ്രിയങ്കയുടെ ചേച്ചി രാധികയുണ്ട്. കള്ളി പൊളിഞ്ഞതാ സാറേ. സാർ എങ്ങനെയെങ്കിലും ആ പഴയ ഡോക്ടറോടൊന്ന് പറ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ശ്യാമ മേഡം പറഞ്ഞതനുസരിച്ച് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സുധയെ കൊണ്ട് ഞാൻ ആ കുട്ടിയെ പരിശോധിപ്പിച്ചു. അതിൽ നിന്ന് എനിക്കൊരു കാര്യം വ്യക്തമായി. ആ കുട്ടി പ്രഗ്നന്റ് അല്ല. സൂര്യ, പിടിച്ച് രണ്ടിനെ ഗേറ്റിന് വെളി കൊണ്ട് തള്ളടാ. എന്റെ ദൈവമേ, ഇന്ന് ഇത്രയും നേരം കൊണ്ട് ഇത്രയൊക്കെ സംഭവിച്ചൂടെ? ഇന്ന് നല്ല മുഹൂർത്തായിരുന്നു, അത് എല്ലാം കൂടി ഒത്തുവന്നു. രാധിക, സത്യം പറ. കുറച്ചു മുമ്പ് എന്നെ കളിപ്പിച്ച പോലെ ഇതും കളിപ്പിക്കാൻ വേണ്ടി ഒന്നും അല്ലോ.